നിങ്ങൾ കല്യാണമൊക്കെ കഴിഞ്ഞ് ഗർഭിണിയാവാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്, അല്ലെങ്കിൽ ഗർഭിണിയാവാൻ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഡയറ്റ്. നിങ്ങളൊരു ബാലൻസ്ഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് കഴിക്കാൻ ശ്രമിക്കുക. ന്യൂട്രീഷണൽ ഡയറ്റ്, അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റ് കഴിക്കാൻ ശ്രമിക്കുക. ജങ്ക് ഫുഡ്സ്, പ്രോസസ്ഡ് ഫുഡ്, പാക്ഡ് ഫുഡ്സ് ഒഴിവാക്കുക. കഫീൻ ഇൻടേക്ക്, കാപ്പി അധികം കുടിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻടേക്ക് ഒരു 2 ഗ്ലാസ്സിൽ, ചെറിയ 2 ഗ്ലാസ്സിൽ താഴെയുള്ള കഫീൻ ഇൻടേക്കിന് ശ്രമിക്കുക. സെക്കൻഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കുക. എക്സസൈസ് ആണ് അതിന് ഏറ്റവും അനുയോജ്യമായ മാർഗം. എക്സസൈസ് നിങ്ങൾ 30 മിനിറ്റ്സ് വിഗറസ് ആയിട്ടുള്ള എക്സസൈസ് ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. BMI എപ്പോഴും ഒരു 90 to 25 ഇടയിൽ നിൽക്കുന്നതാണ് ഉചിതമായിട്ടുള്ളത്. തേർഡ് തിങ് ആണ് സ്ട്രെസ് മാനേജ്മെൻറ്റ്. അനാവശ്യമായിട്ടുള്ള വർക്ക് റിലേറ്റഡ് സ്ട്രെസ്, ഫാമിലി റിലേറ്റഡ് സ്ട്രെസ് കാര്യങ്ങൾ ഒഴിവാക്കാൻ നോക്കുക. യോഗ, മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. നാലാമതായിട്ടുള്ളതാണ് പ്രീ കൺസെപ്ഷൻ ഫോളിക് ആസിഡ്. അതായത് നിങ്ങൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് 3 മാസം മുന്നെയെങ്കിലും, അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത്സ് മുന്നെയെങ്കിലും ഫോളിക് ആസിഡ് കഴിക്കാൻ ശ്രമിക്കുക. ഫിഫ്ത്ത് ആണെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഹിസ്റ്ററീസ്, എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൺസേൺ ഡോക്ടറിനെ കണ്ടിട്ട് നിങ്ങളുടെ അസുഖം കൺട്രോളിലാക്കുക. എന്നിട്ട് പ്രഗ്നൻസിയിൽ കഴിക്കാൻ പറ്റുന്ന മരുന്നുകളിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ തൈറോയിഡിന് മെഡിസിൻ, ഷുഗറിനൊക്കെ മെഡിസിൻ എടുക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആവാൻ ശ്രമിക്കുക. പിന്നെ ഫിറ്റ്സ് അല്ലെങ്കിൽ അപസ്മാരം പോലുള്ള അസുഖങ്ങൾക്ക് മരുന്നെടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, BP പോലുള്ള അസുഖങ്ങൾക്ക് മരുന്നെടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ കാണുന്ന ഡോക്ടറെ കണ്ടിട്ട് പ്രഗ്നൻസി പ്ലാൻ ഉണ്ടെന്നും അപ്പോൾ അതിന് അനുയോജ്യമായ മരുന്ന് വേണമെന്നുള്ളതും പറയുക. ഇത്രയും 5 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പ്രീ കൺസെപ്ഷണൽ കെയർ ആയി.